അങ്ങനെ ഒരിക്കൽ മുത്തശ്ശന് ഇവർ രണ്ടാളും ജോലിക്ക് പോകുന്നതാണ്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോവാ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് വെച്ച് കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെ ഈ കുട്ടി നിരീക്ഷിക്കുന്നുണ്ട്. നല്ല ഒബ്സർവേഷൻ കപ്പാസിറ്റി ഉള്ളവരാണ് ആര്? കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഈ മുത്തശ്ശൻ മരിച്ച് മരണാനന്തര ചടങ്ങുകളൊക്കെ നടന്ന് കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ ചെറിയ കുട്ടി ആ പാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ ആ പാത്രം എടുത്തു വെക്കുകയാണ്. എടുത്തു വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് കൊണ്ടുപോയി കളയി, അത് വേസ്റ്റാണ്, അതിവിടെ സൂക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇത് ആവശ്യം വരും, ഈ പാത്രം എനിക്ക് ആവശ്യം വരും. ഈ ഒരു അവസ്ഥയിലേക്ക് അച്ഛൻ പോവും. അപ്പൊ ഈ പാത്രം ഞാൻ ഇങ്ങനെ ചെയ്യാം, കാരണം ഞാൻ അതേ ചെയ്യൂ, കാരണം ഞാൻ കണ്ടതാണ്, അതേ പഠിപ്പിച്ച് തന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് വലിയൊരു നല്ലൊരു ഗുണപാഠം തന്നെയാണ് ശരിക്കും. കാരണം നമ്മൾ എന്താണോ ജീവിതത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരാണ്. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുമായിട്ടാണ് ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് രക്ഷിതാക്കൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ, അവരുടെ ഡൗട്ടുകൾ, അവരുടെ വ്യാകുലതകൾ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഒരുപാട് രക്ഷിതാക്കൾക്കും ഒരുപാട് ഫാമിലിക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ 2 ദിവസം മുൻപ് ഞാൻ എൻ്റെ സിറ്റിയിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരു പാരൻ്റ് വന്നിട്ട് പറയാണ്, സാറേ കുട്ടി മകൻ പറഞ്ഞിട്ട് തീരെ അനുസരിക്കുന്നില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക, എന്ത് കാര്യങ്ങൾ മക്കളൊന്നും തീരെ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. അതേപോലെ തന്നെ മറ്റുള്ളൊരു പാരൻറ്റ് പിന്നെ വന്നിട്ട് പറയുന്നു, 10ാം ക്ലാസ്സിലെത്തിയിട്ടുള്ള ഒരു മകന് ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യാ പ്രവണത നടക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്താണ് മക്കളിങ്ങനെയൊക്കെ മുന്നോട്ട് ഇങ്ങനെ വരാനുള്ളൊരു സാഹചര്യം, ഇതൊക്കെ എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ടോട്ടലി ഡൗട്ടാണ് ഒരുപാട് പാരൻസ്. ഇതിനെക്കുറിച്ച് പാരൻസിനെ സംബന്ധിച്ച് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ടോട്ടലി ഡൗട്ടാണ്. ഇത് എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനെയുള്ള മക്കളെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഇതിൻ്റെ പ്രശ്നങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സാറേ എന്താണ് പറയുന്നത്? അതിൻ്റെ തൊട്ട് മുന്നേ പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളത് ആനന്ദ് സാറാണ്. ആനന്ദ് സാർ ഒരു സ്കൂൾ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് തെറാപ്പി, അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ ബിരുദവും അതുപോലെ തന്നെ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കാലങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഒട്ടനവധി വിദ്യാർത്ഥികളെ വാർത്തെടുത്തു. ഇന്ന് സ്കൂളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് മേഖലകളിലൂടെയും ഒരുപാട് വിദ്യാർത്ഥികളെ വാർത്തെടുത്തു, അവരെ രംഗത്തോട്ട് കൊണ്ടുവരാൻ സാധിച്ചു ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ആനന്ദ് സാർ സംസാരിക്കുന്നത്. സാർ, എങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഈ മക്കളെ ട്രീറ്റ് ചെയ്യാം, എന്താണ് ഇതിനുള്ളൊരു പരിഹാരം, എന്താണ് പറയുന്നത് സാർ? അതായത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പാരൻസിൻ്റെ ഇല്ലായ്മകൾ ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഏത് ജോലിയാണോ ചെയ്യുന്നത് അത് മന്ത്ലി അവർക്ക് എന്താണോ കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ പാരൻസ് ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. കാരണം അവർ രാവിലെ ആകുമ്പോൾ പോകുന്നു, തിരിച്ച് വൈകിട്ട് വീട്ടിലെത്തുന്നു. ആ ഒരു സമയത്ത് തൻ്റെ പാരൻസ് എന്താണോ അനുഭവിക്കുന്നത്, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മകനായാലും മകളായാലും ഷെയർ ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തൻ്റെ മകളോ അല്ലെങ്കിൽ മകനോ അറിയിക്കാണ്ടിരിക്കാനാണ് ഇന്നത്തെ മിക്കവാറും പാരൻസ് ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഡെയിലി നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനാണല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, അച്ഛനാവാം അമ്മയാവാം, അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തൻ്റെ മക്കളുടെ അടുത്ത് ഷെയർ ചെയ്തൊരു ഓപ്പൺ ആയിട്ടൊരു ഡിസ്കഷനുള്ള വേദി ആദ്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പോരായ്മയാണ്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ സാറി പറഞ്ഞപ്പോൾ ഈ ആത്മഹത്യാ പ്രവണതയിലേക്ക് കുട്ടികളെ നയിക്കുന്നത്. ഞാനായി മാറാൻ വേണ്ടി എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എത്ര കണ്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധം ഇല്ലാത്തൊരു കുട്ടിയായിരിക്കാം സാറിപ്പോൾ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊടുക്കേണ്ടത്, ഞാൻ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട്, നീയാണ് എൻ്റെ ലോകം എന്നുള്ളൊരു ചിന്താഗതി ആ കുട്ടിയിലേക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പാരൻസിനാണ്. അങ്ങനെ മിക്കവാറും പാരൻസ് ചെയ്യാറുണ്ടോ? നമ്മുടെ ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച്
എല്ലാം നമ്മൾ നമ്മുടെ മക്കളെ അറിയിക്കാൻ, നമ്മളെ സ്വന്തം കുട്ടികളെ അറിയിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കാണിക്കണം. അങ്ങനെ ആകുമ്പോഴല്ലേ അങ്ങനെയുള്ള ശ്രമം പാരന്റ്സിന്റെ അടുത്തുനിന്ന് വേണം. അങ്ങനെ വളരുന്ന സമയത്താണ് ഈ സാഹചര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സാഹചര്യങ്ങളെ പൊരുത്തപ്പെട്ടുകൊണ്ട് ആ മക്കൾക്ക് മുന്നോട്ട് വളരാനും കഴിയുള്ളൂ. അതായത് കുട്ടികളിൽ ഇപ്പൊ നടക്കുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞിട്ടുള്ള അവരെല്ലാ കാര്യങ്ങളിലും ഏതൊരു ഫീൽഡ് എടുത്തൊക്കെ അവർ മാൽ അഡ്ജസ്റ്റഡ് ആണ്. അതായത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അതിപ്പോ തൻ്റെ അച്ഛനോടായാലും അമ്മയോടായാലും റിലേറ്റീവിനോടായാലും അവരെ ആഗ്രഹിക്കുന്ന ഒരു വസ്തുവിനോടായാലും പോലും അവർ അഡ്ജസ്റ്റഡ് അല്ല. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആ ഒരു വസ്തു കിട്ടിയിട്ടില്ല എന്നാണ്. അത് എന്തും ആവാം. ഇവിടെ വിഷയം എന്താ വെച്ചാല് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ, ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് ഒരിക്കലും മക്കൾ അനുഭവിക്കരുത്, അവരെങ്കിലും എന്താ പറയാ നല്ല ജീവിക്കട്ടെ എന്നുള്ള സാഹചര്യത്തിലാണ് മക്കൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഇന്ന് പാരന്റ്സ് ഒരുക്കി കൊടുക്കുന്നത്. പക്ഷേ അത് കുറച്ച് കാലങ്ങൾ കഴിയുന്ന സമയത്ത് അത് എതിരായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഓരോ കാര്യങ്ങളും മക്കളെ അറിയിച്ചുകൊണ്ട് നമ്മൾ അവരെ വളർത്തുമ്പോൾ അവർ ആ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കാൻ അവർ പഠിക്കും എന്നുള്ളത് തന്നെയാണ് എന്തിന് നമ്മൾ മടിക്കേണ്ട കാര്യം. നമ്മുടെ ബുദ്ധിമുട്ട് ഇപ്പൊ ഞാൻ ഒരു പാരന്റ് ആണ്, ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എൻ്റെ മകൻ്റെ അടുത്ത് തുറന്നു പറയാൻ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ഞാൻ എന്തിനാണ് മടിക്കുന്നത്? അത് അവരുടെ അടുത്ത് പറയുന്നതാണ്. ഞാൻ മൂടി വെക്കപ്പെടുമ്പോഴാണ് ഈ കുട്ടി അവൻ്റെ അച്ഛനോടും അമ്മയോടുമുള്ള ആ ഒരു അകൽച്ച ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളും, അത് സന്തോഷമുള്ള കാര്യമാണെങ്കിലും സങ്കടമുള്ള കാര്യമാണെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ എന്നിലൊരാളായിക്കൊണ്ട് എന്നെ അവൻ ഉൾക്കൊള്ളും, ഞാൻ അവനെ ഉൾക്കൊള്ളും. ഇപ്പൊ ക്യാഷ് ഇല്ലാത്ത ഒരു സാഹചര്യം എന്തെങ്കിലും വാങ്ങി തരാൻ പറയുമ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ ക്യാഷ് തൽക്കാലം നമുക്ക് പിന്നീട് ആവാം, പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നടത്തി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നും, ഓക്കെ ഞാൻ വാശി പിടിച്ചാൽ ഇത് നടക്കും, അതുകൊണ്ട് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്കിത് വാശി പിടിക്കാം എന്നുള്ള ആ ഒരു തലത്തിലേക്ക്. അതായത് കുട്ടികൾ ഒരു വസ്തു ആഗ്രഹിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ കുട്ടി കുറച്ച് ആഗ്രഹിച്ചിട്ടതിന് ശേഷം നമ്മൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. അതായത് കുട്ടിയുടെ ആ ഒരു വസ്തുവിനോടുള്ള ആ ഒരു ആഗ്രഹം ജനിപ്പിച്ചതിന് ശേഷം അത് കിട്ടാണ്ടിരിക്കുമ്പോഴേ ആ ഒരു വസ്തു അവന് കിട്ടുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും. അല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ ആഗ്രഹത്തിൻ്റെ മുന്നേ തന്നെ പാരൻസ് അത് വാങ്ങിക്കൊടുക്കാൻ വില്ലിങ് ആവുകയാണ്. പാരൻസിൻ്റെ അടുത്ത് വലിയ ഫോൾട്ട് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും ഒരു പാരൻ്റാണ്, എനിക്കും ഫോൾട്ട് പറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് വലിയ ഫോൾട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താ അഭിപ്രായം? ഫോൾട്ട് പാരൻസിന്റെ ഇടയിൽ കുറച്ച് മാറ്റങ്ങൾ വരണമെന്ന് തോന്നി? തീർച്ചയായിട്ടും നമ്മളെല്ലാ സാഹചര്യങ്ങളും മുന്നിൽ ഒരുക്കി കൊടുക്കുമ്പോൾ അവർക്ക് തോന്നും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നിൽ ഒരുക്കി കൊടുക്കുന്ന സാഹചര്യത്തിൽ അവർ തോന്നും, ഓക്കെ ഞാനത് വാശി പിടിച്ച കാര്യങ്ങൾ നടക്കും, ഇതെന്ത് ചെയ്യാണ് ചെറുപ്പത്തിൽ ഓക്കെ ഈ കാര്യങ്ങൾ ചെറിയതായിട്ട് വാശി പിടിച്ച് വന്ന് പിന്നീട് എന്ത് ചെയ്യാണ് വലുതാകുമ്പോൾ ഇങ്ങനെ വാശിയാവുകയാണ്. ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒന്നുകൂടെ ഡേഞ്ചർ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ അവിടെ തന്നെ പറയുന്നത് മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല. ഇപ്പോൾ നമ്മളോടൊക്കെ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പാരന്റ് പറയുന്നത് കാണാം, ഓഫീസിൽ നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ മക്കൾ ഒന്ന് സാറ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അല്ലെ ഞങ്ങൾ അവരുടെ മദർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇതൊന്ന് സാറ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? കാരണം സാറ് അവർ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പിന്നീട് ഇതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടൊരു കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാരന്റ് പറയുന്ന മറ്റൊരു സംഗതി ഈ മൊബൈൽ അഡിക്ഷൻ. മൊബൈലിൻ്റെ മക്കള് മൊബൈലിന് അഡിക്ഷനാണ്. ഇത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം, ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ വേണം. അതങ്ങനെ ശീലിപ്പിച്ച് പോയി. പക്ഷെ ഇത് എന്താണ് ശരിക്കും പ്രതിവിധി എന്നുള്ളതാണ്. എന്ത് ചെയ്യാം, ഇതിനെ മടക്കണ്ടോ അല്ലെങ്കിൽ ഇനി ഇപ്പോൾ തന്നെ പോവോ? കാരണം ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളിൽ ഒരുപാട് നഷ്ടങ്ങൾ. കാരണം ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയാതെ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയാതെ മക്കൾ എന്ത് ചെയ്യാണ് ഭക്ഷണം കഴിക്കുന്നു, പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അതായത് നമ്മളെ പാരൻസ്, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ പാരൻസ് ആർ ദി ഫസ്റ്റ് ടീച്ചേഴ്സ്, ഫാമിലി ഈസ് ദി ഫസ്റ്റ് സ്കൂൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ ബാലപാഠങ്ങളും ഫാമിലിയിൽ നിന്നും നമ്മുടെ പാരൻസിൽ നിന്നുമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പാരൻസ് ആയിക്കൊണ്ടുള്ള ഈ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മൊബൈൽ ഫോണ് കുട്ടിക്ക് കയ്യിൽ കൊടുക്കുന്നൊരു പ്രവണത കാണാറുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അമ്മമാർക്ക് ചിലപ്പോൾ മറ്റു ജോലികൾ ചെയ്യാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മൊബൈൽ ഫോൺ കൊടുത്ത് അവരുടെ ജോലി ചെയ്തിട്ട് തിരിച്ച് മേടിക്കുമ്പോൾ കുട്ടി അത് അവർക്ക് കൊടുത്തോളണമെന്നില്ല.
അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കുട്ടി അതിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, മിക്കവാറും നമ്മൾ ഈ കുട്ടികൾ അഡിക്റ്റഡ് ആയിട്ടുള്ള സംഭവം ഒരു തവണയെങ്കിലും ഈ മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചിട്ട് കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റാനുള്ളൊരു സമയം ഇന്നത്തെ അച്ഛനായാലും അമ്മയായാലും സമയമുണ്ടോ? ഇല്ല. കാരണം ഓൾറെഡി അവർ തന്നെ എന്താണ്, അഡിക്റ്റഡ് ആണ് അല്ലേ? ഈ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് 3 ആളോ ഉള്ളെങ്കിൽ 3 ആളും 3 മൂലയിൽ ഇരുന്നിട്ട് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നോ അല്ലെങ്കിൽ വാട്സപ്പോ ഫേസ്ബുക്കോ നോക്കുന്ന ഒരു സീൻ എത്രയോ തവണ എത്രയോ ഫാമിലിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും പാരൻസിന്റെ അടുത്താണ് ഫുൾ ഫോൾട്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കുട്ടികൾക്ക് ഫോൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന, ഞാൻ പറഞ്ഞു മദർ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ആരും ആയിക്കൊള്ളട്ടെ, അവരാണ് കുട്ടിയുടെ ശരിക്കും ഗൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗൈഡിങ് അവർ കറക്റ്റ് അല്ല എന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പാരന്റ്സ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരേണ്ടതേ ഉള്ളൂ എന്നുള്ളതാണ്, അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ എന്താണോ അങ്ങോട്ട് പകർന്നു കൊടുക്കുന്നത് അതാണ് ആ കുട്ടി അങ്ങോട്ട് കൊടുക്കുന്നത് എന്താണോ ഇങ്ങോട്ട് തിരിച്ച് കുട്ടിക്ക് കിട്ടുന്നത്. ഒരു ചെറിയൊരു കഥ പറയുമ്പോൾ സാറിന് അത് ഒന്നും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ആയിട്ട് ക്ലിയർ ആവും. നമ്മുടെ പാരൻസ് അവരുടെ പാരൻസിനോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് ഒരു കുട്ടി വളരേണ്ടത്. അതായത് മുത്തശ്ശനോടും മുത്തശ്ശിയോടും എങ്ങനെയാണോ പാരന്റ് അവർ പെരുമാറുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ മുത്തശ്ശന്, ഇവർ രണ്ടാളും ജോലിക്ക് പോകുന്നതാണ്, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോവാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് വെച്ച് കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ കുട്ടി നിരീക്ഷിക്കുന്നുണ്ട്. നല്ല ഒബ്സർവേഷൻ കപ്പാസിറ്റി ഉള്ളവരാണ് ആര്, കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഈ മുത്തശ്ശൻ മരിച്ച് മരണാനന്തര ചടങ്ങുകളൊക്കെ നടന്ന് കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ ചെറിയ കുട്ടി ആ പാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ ആ പാത്രം എടുത്തു വെക്കുകയാണ്. എടുത്തു വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് കൊണ്ടുപോയി കളയും, അത് വേസ്റ്റാണ്, അതിവിടെ സൂക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇത് ആവശ്യം വരും, ഈ പാത്രം എനിക്ക് ആവശ്യം വരും. ഈ ഒരു അവസ്ഥയിലേക്ക് അച്ഛൻ പോവും. അപ്പൊ ഈ പാത്രം ഞാൻ ഇങ്ങനെ ചെയ്യാം, കാരണം ഞാൻ അതേ ചെയ്യൂ, കാരണം ഞാൻ കണ്ടതാണ്, തന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് വലിയൊരു നല്ലൊരു ഗുണപാഠം തന്നെയാണ് ശരിക്കും. കാരണം നമ്മൾ എന്താണോ ജീവിതത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടും. അതെ. പിന്നെ നമ്മളിപ്പോ മുകളിൽ കുട്ടി, ഇപ്പോ മിക്കവാറും വീടുകളിലൊക്കെ തന്നെ അപ്സ്റ്റെയർ ഉണ്ട്, ശ്രദ്ധിച്ചാൽ അറിയാലോ. അപ്പൊ ഈ അപ്സ്റ്റെയറിൽ ഇരിക്കുന്ന കുട്ടികൾ മുകളിൽ പോയിട്ട്, ഇപ്പൊ എത്ര പ്രായമുള്ള കുട്ടിയാണ്, നമ്മുടെ കുട്ടികൾ നമുക്ക് എന്നും കുട്ടികളാണ്. അപ്പൊ അവരെടുത്ത് ചെന്നിട്ട് അവർ അന്നത്തെ വിശേഷങ്ങൾ തിരക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്നേഹത്തോടു കൂടി പോയിട്ട് അച്ഛനായാലും അമ്മയായും വിളിച്ച് താഴോട്ട് കൊണ്ടുവരുന്നതിന് പകരം ഇവിടുന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന എത്രയോ അമ്മമാരെ അച്ഛന്മാരെ എനിക്കറിയാം. അതായത് മുകളിൽ ഇരിക്കുന്ന സ്വന്തം മോനെ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിലേക്ക് വിളിക്കുന്നത്, ഒരു വിളിയിൽ ഒരുപാട് ആശയങ്ങളുണ്ട് സാറേ, അല്ലേ? അതായത് ഒരു അച്ഛനായാലും ഒരു അമ്മയായാലും ഒരു കുഞ്ഞിനെ വിളിക്കുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല വിളി, അവിടെ സ്നേഹപ്രകടനം കൂടിയാണ്. അത് ഒക്കെ നമുക്ക് മിസ്സാവുകയാണ്. ഈ അഡിക്ഷൻ ആയാലും, ഈ മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ ആണല്ലോ നമ്മൾ പറഞ്ഞത്, ആ അഡിക്ഷന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി ഇന്നത്തെ സാഹചര്യവും പാരന്റിങ് ശരിയല്ലാത്തതാണ്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, എഫക്റ്റീവ് ആയിട്ടുള്ള പാരന്റിങ് അല്ല അത്. അതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള ചാൻസ്. തീർച്ചയായിട്ടും ആ തെറ്റുകളുടെ കാരണങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ ഈ പറഞ്ഞ പാരൻസിന്റെ ഭാഗത്തും തുടങ്ങണം കാര്യങ്ങൾ, അല്ലേ? ഇപ്പോൾ ഏത് കാര്യങ്ങളാണെങ്കിലും, വാശി പിടിക്കുമ്പോഴാണെങ്കിലും കാര്യങ്ങളാണെങ്കിലൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തും വേറെ സാഹചര്യങ്ങളും നമ്മൾ മുന്നിൽ ഒരുക്കി കൊടുത്തും വീണ്ടും അവരെ എന്ത് ചെയ്യാന്ന് ഈ വാശി പിടിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളാണ്, പാരൻ്റാണ്. ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു വലിയ വിഷയമാണ് ഈ കമ്പാരിസൺ. അതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, നീ അപ്പുറത്തെ കുട്ടീനെ നോക്കുക, അവനെ കണ്ട് പഠിക്കുന്നേ, അവൻ കണ്ടില്ല, അവൻ ഭയങ്കര പഠിപ്പ് ലിസ്റ്റാണ്. ഈ ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ എന്ത് ചെയ്യാണ്, സ്വന്തം കുട്ടികളുടെ കഴിവുകളെ മറച്ചു വെച്ചിട്ട് മറ്റുള്ള കുട്ടികളുടെ കഴിവിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാരന്റ് കാണിച്ചു കൊടുക്കുന്നത്, പറയുന്നത്, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അപ്പം ഇത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കിയില്ലേ? എന്താണ് ഇതിന്റെ സിറ്റുവേഷൻ വരുന്നത്? അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? ആ ഒരു സാഹചര്യം ആരാണ് മാറ്റേണ്ടത്? പൊതുവെ അച്ഛനമ്മമാർക്കുള്ള ഒരു സ്വഭാവ ദൂഷ്യം തന്നെ പറയാം, കമ്പാരിസൺ. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്തുള്ള കുട്ടി, അവൻ കണ്ടില്ലേ, അവൻ എങ്ങനെയാണ്. പക്ഷെ ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. സാർ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഓരോ വ്യക്തിക്കും ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആണ്.
അതിനെ ചെറുതായിട്ട് ഒതുക്കി തീർക്കുന്നത് പാരന്റാണ്. അതെ അതെ അതെ, അവനെ വിശാലമായ ലോകത്തിലേക്ക് പോകേണ്ട കുട്ടിയെ ഒതുക്കി തീർക്കുന്നത് അച്ഛനമ്മമാര് തന്നെയാണ്. തൊട്ടപ്പുറത്തുള്ള കുട്ടിയാകാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്, അവനായിട്ട് വളർത്താൻ. അതെ അല്ലെ, തന്റെ കുട്ടി ആരാണോ, തന്റെ കുട്ടിയുടെ കപ്പാസിറ്റി എന്തിനാണ് ഈ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? എന്റെ കുട്ടി എന്റെ കുട്ടിയായ മതി, അപ്പുറത്തെ വീട്ടിലെ ആളുടെ കുട്ടിയാവാനല്ല ഞാൻ ആഗ്രഹിക്കേണ്ടത്. തൊട്ടപ്പുറത്തുള്ള കുട്ടിയേക്കാളും ഒരുപാട് പൊട്ടൻഷ്യൽ ഒരുപക്ഷെ നമ്മുടെ ഈ കുട്ടി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നിട്ടാണ് അവനായിട്ട് എന്തിനാ കമ്പയർ ചെയ്യണം? അവനേക്കാളും എത്രയോ പെർസെന്റേജ് പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയായിരിക്കും നമ്മളുടെ, എന്നിട്ട് നമ്മൾ അവനാവാനാ പറയുന്നത്. അത് കുറെ A+ വാങ്ങുന്നതിലോ അല്ല ഈ പറഞ്ഞ വലിയ പഠിക്കുന്ന കാര്യത്തിലോ ഒന്നും അല്ല. കാരണം ഓരോ കുട്ടികളിലാണെങ്കിലും ഓരോ വ്യക്തികളിലാണെങ്കിലും കഴിവുകൾ ഡിഫറൻ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകൾ അവരുടെ എന്താ പറയുക താല്പര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ അവർ ഇൻബോണായി കിടക്കുന്ന അവരുടെ കഴിവുകൾ എന്തൊക്കെയാണോ, ആ കഴിവുകൾ തേച്ച് മിനുക്കി എടുത്താൽ തന്നെ അവർക്ക് ജീവിതത്തിൽ ഷൈൻ ചെയ്യാനും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനും അവർക്ക് സാധിക്കും. അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ പറയുന്നത്, നീ അവനെ കണ്ടു പഠിക്കും. എന്ത് ചെയ്യാം? അവനെ കണ്ടുപഠിച്ചത് അതുപോലെ നീ എന്ത് ചെയ്യണം? കോപ്പി അടിച്ചിട്ട് മുന്നോട്ട്. ഈ കോപ്പി അടിക്കലാണ് സത്യത്തിൽ എന്ത് ശരിക്കും പഠിപ്പിക്കുന്നത് ആരാ? അച്ഛനമ്മമാര് കോപ്പി അടിക്കാൻ പഠിപ്പിക്കും. ഈ കോപ്പി അടിക്കലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ കുട്ടിയെ നശിപ്പിക്കുന്നത്. സത്യത്തെ അവനായിട്ട് വളരാൻ വേണ്ടിയിട്ട് വിടുക. വളരട്ടെ, അവരുടെ ലോകത്തെ സുന്ദരമായിട്ട് അവർ വളരട്ടെ, അടിപൊളിയായിട്ട് അല്ലേ? അതെ. അപ്പൊ അത്തരത്തിൽ നമ്മളിപ്പോ ഒരു കമ്പാരിസൺ പറയുമ്പോൾ ആ കുട്ടിയും ഈ പറഞ്ഞ കുട്ടിയും ബേസിക്കലി യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നത്തിനുള്ള വിത്തുകൾ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ അച്ഛനും അമ്മയാണ്. അപ്പൊ അവൻ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം കേൾക്കേണ്ടി വന്നത്. അപ്പോൾ അവനോട് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടാവും. അത് ഹെൽത്തി അല്ലാത്ത രീതിയിലുള്ള കോമ്പറ്റീഷനിലേക്ക് നയിക്കും. കുട്ടിയുടെ വ്യക്തിത്വത്തിനെ അത് ഫെയ്ഡാക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്നുള്ള നിലയിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അത് നമ്മുടെ മക്കളോട് ചെയ്യുന്ന വലിയൊരു പാതകമാണ്. തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു തെറ്റാണ്. കമ്പാരിസൺ മാറ്റി വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അവനായിട്ട് വളരാൻ വിടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവളായിട്ട് വളരാൻ വിടുക എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയുന്നത്, വളരെ മോശമാണ് സ്വഭാവം എന്ന് പറയുന്നത്. ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് ചില പാരൻസ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള സാറിൻ്റെ ഒപ്പീനിയൻസ്? അതായത് നമ്മൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത്, നമുക്ക് ശരി തെറ്റുകളെ നമ്മൾ സർക്കംസ്റ്റാൻസസിനനുസരിച്ചും റീജിയൻ ടു റീജിയൻ അനുസരിച്ചൊക്കെയാണ് ശരി. നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ശരി അമേരിക്കയിൽ ശരിയാവണം എന്നില്ല, അമേരിക്കയിലുള്ള ഒരു ശരി ഇന്ത്യയിൽ ശരിയാവണം എന്നില്ല. അപ്പോൾ ഈ കൾച്ചറൽ ഡിഫറൻസസിനനുസരിച്ച് ശരി തെറ്റുകളിൽ വേരിയേഷൻസ് ഉണ്ടാവാം. എന്നാലും കോമൺ ആയിട്ട് കുറച്ച് ശരികൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ല നമ്മുടെ സമൂഹത്തിൽ കുറച്ച് തെറ്റുകളും കുറച്ച് ശരികളും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസപ്രകാരം കുട്ടികൾ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾ അച്ഛനെയും പെൺകുട്ടികൾ അമ്മയെയും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അപ്പം ഇന്നത്തെ കാലത്തിൽ വേരിയേഷൻ ഉണ്ട്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്, ആൺകുട്ടികൾ അമ്മയെ ഇമിറ്റേറ്റ് ചെയ്യാനും മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ ഈഡിപ്പസ് ഇലക്ട്ര കോംപ്ലക്സ് എന്നുള്ള ആ ഒരു ബേസിസിൽ നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളുടെ സ്വഭാവം മോശമാണെന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം നമ്മുടെ കുട്ടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടി ഓക്കെ. നമ്മൾ കോമൺ ആയിട്ട് ആരും ചെയ്യാത്ത എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വളരെ പ്രോബ്ലം ചൈൽഡാണ്. അപ്പം നമ്മൾ ഈ ശരി എന്താണ് തെറ്റ് ഏതാണ് എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാരന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം നമ്മൾ കോമൺ ആയിട്ട് ചില ശരികൾ ഉണ്ടാവാം, ആ ശരിയിലേക്ക് കുട്ടി വരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതിൽ ഞാൻ ഇതേ പറയൂ, പാരന്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് എപ്പോഴും ടീച്ചേഴ്സ് കുട്ടികൾക്ക് റോൾ മോഡലാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് എത്ര തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി വന്നാലും ടീച്ചർ തന്നെയാണ്, അല്ലെ? ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ട്രഷർ ഓഫ് നോളജാണ്, ഒരു അറിവിൻ്റെ നിധി കൂമ്പാരമാണ് ടീച്ചർ എന്നുള്ളതാണ്, അല്ലെ? റോൾ മോഡൽ ആക്കാൻ അവർ ശ്രമിക്കും. അതുപോലെ ഈ കുട്ടി ആരോടൊക്കെയാണോ ഇടപഴകുന്നത്, ആ ഇടപഴകുന്ന പല വ്യക്തികളിൽ നിന്നാണ് ഈ കുട്ടിക്ക് നന്മയായാലും തിന്മയായാലും ഈ കുട്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിന് കുട്ടി മോശമായിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ ശ്രദ്ധ കുട്ടി ആരൊക്കെയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു അത് അച്ഛനമ്മമാർക്ക് കൃത്യമായിട്ട് ധാരണ വേണം. ഇന്ററാക്ഷൻ അവരുടെ മറ്റുള്ള ഇന്ററാക്ഷനും വരും, അതുപോലെ തന്നെ പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ എന്തുണ്ടോ അതും കിട്ടും. നമ്മളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു പാരന്റ് എന്ന് പറയുമ്പോൾ മനുഷ്യനാണ്, അപ്പൊ ആ പാരന്റിൽ ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാവും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പാരന്റ്സ് ഉണ്ട്,
അപ്പൊ ദേഷ്യപ്പെടുമ്പോ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് ഉടയ്ക്കുന്ന പാരന്റ്സ് ഉണ്ട്. ഇതൊക്കെ ആരാ കണ്ടോണ്ടിരിക്കുന്നത്? ഇത് മക്കൾ കണ്ട് പഠിച്ചെടുക്കണം. അതെ അതെ. അപ്പൊ പാരന്റ്സിന്റെ ഒരു ക്യാരക്ടർ മോഡിഫിക്കേഷൻ വേണമെന്നാണ് ഞാൻ പറയുന്നത്. പാരന്റ്സിന്റെ ഇടയിൽ ഒരു മോഡിഫിക്കേഷൻ വേണം. എന്നിട്ട് അവർ പറയണം, അവരത് ചെയ്തിട്ട് വേണം അവർ നമ്മളെടുത്ത് വന്ന് പറയാൻ കുട്ടി മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളത്. അപ്പൊ ആ കുട്ടിയുടെ മോശം എന്ന് പറയുന്നത് ഒരു പാരന്റിനാണ്. ഞാൻ പറഞ്ഞല്ലോ, സമൂഹം ആരെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് പാരന്റ്സിലെ അമ്മമാരെ. വളർത്തുദോഷം, സാറ് കേട്ടിട്ടല്ലേ അത്? വളർത്തുദോഷം എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ടേം തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പിന്നെ പൊട്ടിത്തെറിപ്പ് എന്തെങ്കിലും ഇഷ്യൂസ് കാണിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ വളർത്തുദോഷമാണെന്ന്. അപ്പോ നമ്മുടെ ടോട്ടലി പറഞ്ഞു വന്നാൽ ഈ ഒരു കാര്യങ്ങൾ ഇപ്പൊ വിദ്യാർത്ഥികളെ സ്റ്റുഡൻസ് ഈ പറഞ്ഞ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസുകൾ നിരന്തരം പാരൻസ് പറയുന്ന ഒരു ഇഷ്യൂസുകളുടെ എല്ലാം എത്തിപ്പെടുന്നത് ഒന്നേ ഉള്ളൂ, ഇപ്പൊ പറഞ്ഞ പോലെ അതവൻ്റെ വളർത്തുദോഷമാണ്. അത്രേ അതിൽ പറയാനുള്ളൂ. ടോട്ടലി നമ്മൾ മാറുക, പാരൻസ് മാറി ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ലത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു പ്ലേറ്റിൽ നമ്മൾ എന്താണോ വിളമ്പുന്നത് അതായിരിക്കും ആ പ്ലേറ്റിൽ ഉണ്ടാവുക. അതേപോലെയാണ് നമ്മുടെ ഓരോ ഓരോ കുട്ടികളും നമ്മുടെ ഓരോ മക്കളും ഉണ്ടെന്ന് പറയുന്നത്. ഇതുപോലെയാണ് നമ്മൾ എന്താണോ അങ്ങോട്ട് നൽകുന്നത് അതായിരിക്കും തിരിച്ചു കിട്ടുക. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ഏറ്റവും നന്നായിട്ട് മക്കളെ വളർത്താൻ ശ്രമിക്കുക, ഏറ്റവും ഉദാത്തമായ മാതൃകയിൽ നല്ല സ്വഭാവത്തിന് മക്കളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.